യേശുവിന്റെ അമ്മ മറിയ ആരാധിക്കപ്പെടേണ്ട വ്യക്തിയാണോ? ബൈബിളിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും യേശുവിന്റെ അമ്മ മറിയ ആരാധിക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല, എന്നാൽ ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. പല പാസ്റ്റർമാരും മറിയയെ വളരെ വികലമായി, മറിയയെക്കുറിച്ച് വളരെ വൃത്തികേട് പ്രസംഗിക്കുന്നു, മോശം രീതിയിൽ മറിയയെ അവതരിപ്പിക്കുന്നു. ഉറപ്പായിട്ടും മറിയ നല്ല ഒരു വ്യക്തിത്വത്തിനുടമയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർപ്പിക്കുക. മറിയ യേശുവിനെ ഗർഭത്തിൽ സ്വീകരിക്കുമ്പോൾ അടിയൻ ഇതാ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതാണോ? അങ്ങനെ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് തല കുനിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇന്ന് യേശുവിനെ നമുക്ക് കിട്ടിയത്. അതും എത്രാമത്തെ വയസ്സിൽ? ശക്തമായ ന്യായപ്രമാണ നിയമം നിലനിൽക്കുമ്പോൾ എത്രാമത്തെ വയസ്സിലാണ് ഈ അമ്മ മറിയ യേശുവിനെ ഗർഭത്തിൽ? അതൊരു നിന്ദയാണ്. ആ നിന്ന് സ്വീകരിക്കാൻ തയ്യാറായതുകൊണ്ട് ഇന്ന് ക്രിസ്ത്യാനിറ്റി ഇവിടെ ഉള്ളത്. രണ്ടാമത്തെ കാര്യം, യേശു ക്രിസ്തു തന്റെ ആ ഗ്രാമത്തിൽ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ തന്റെ മൂത്ത മകനാ അത് ചെയ്തിരിക്കുന്നത്. യേശുവിന്റെ അമ്മയാണ് മറിയ. അപ്പൊ അമ്മയ്ക്ക് പറയാം, എന്റെ മോന് ആ കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് വെള്ളമാക്കിയില്ലേ, വെള്ളം വീഞ്ഞാക്കിയില്ലേ, അതെന്റെ മകനാ. ആ ലാസറിനെ ഏർപ്പിച്ചില്ല, എന്റെ മോനാന്ന് പറഞ്ഞു. യേശുവിന്റെ അത്ഭുതത്തിന്റെ പുറകെ പോയി ചുക്കാൻ പിടിക്കാൻ എന്റെ മോനാന്ന് പറഞ്ഞാൽ മറിയ ഒരിക്കലും പോയില്ല. മറിയ ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. ഒരിക്കലും മറിയെ മോശമായി നമ്മൾ ചിത്രീകരിക്കാനോ മറിയെ നമ്മൾ മോശമായി പ്രസംഗിക്കാനോ പാടില്ല. മറിയയ്ക്ക് അറിയാമായിരുന്നു യേശു ആരാണ്, താൻ പ്രസവിച്ച ആ മകൻ ദൈവ പൈതൽ അവൻ ആരാണ് എന്ന് മറിയയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു. മറിയയ്ക്ക് നല്ല ഉള്ളിൽ മറിയ എല്ലാം സംഗ്രഹിക്കുമായിരുന്നു എന്ന് വ്യക്തമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് മറിയ മോശം ചെയ്തതായിട്ടോ വചനത്തിനെതിരായി പ്രവർത്തിച്ചതായിട്ടോ യേശുവിനെതിരായി പ്രവർത്തിച്ചതായിട്ടോ ഒന്നും ബൈബിളിലില്ല, ഒരിടത്തുമില്ല. മറിയ ഏറ്റവും നല്ല വിശിഷ്ട വ്യക്തിത്വത്തിനുടമയാണ്. മറ്റുള്ളവർ പ്രസംഗിച്ച് മറിയെ മോശം രീതിയിൽ ചിത്രീകരിക്കുന്നു. അത് വളരെ തെറ്റാണ്. അത് പരിജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. പരിജ്ഞാനമില്ലാത്ത ദേവദാസന്മാർ അങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സുവിശേഷം മറിയയെ കൂടാതെ ഒരു സുവിശേഷം ഇല്ല. അതുകൊണ്ടാണ് ലോകം മുഴുവത്തോളം കാലം തന്റെ നാമത്തെ അവളെ എല്ലാവരും വർണ്ണിക്കുമെന്ന് പറഞ്ഞതിന്റെ പ്രധാന കാരണം അതാ. അതുകൊണ്ട് അമ്മ മറിയത്തെ നമ്മൾ നിഷേധിച്ചുകൊണ്ട് വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ദൈവദാസന്മാരും പ്രസംഗിക്കരുത്. അത് വളരെ വചനവിരുദ്ധമാണ് എന്ന് തന്നെ മാത്രമല്ല, അത് പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.